പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിന് പേരെന്ത്? ഓമന തിങ്കൾ പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിന് പേരെന്ത്? തിങ്കൾ പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിന് പേരെന്ത്? പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിന് പേരെന്ത്? Nice, Mola. Good. Nice. Very good. Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. അച്ചു ചേച്ചി അച്ചു അങ്ങ് പൊളിക്കായി ഈ ഷെഡ്യൂൾ അല്ലേ? എന്താ അച്ചു അങ്ങനെ അങ്ങ് സംഭവിച്ചു പോകുന്നല്ലേ? എന്തായാലും മൈ മാസ്റ്റേഴ്സ് റൗണ്ടിലെ നമ്മുടെയൊക്കെ ഫേവറേറ്റ് സലീൽദായുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് എടുത്തത് അല്ലേ? ചോദിക്കാം നമുക്ക്. ശരത് സർ. അച്ചു സാർ. സുഖാണോ അച്ചു? സുഖമാണ് സാർ. അച്ചു കാര്യങ്ങൾ പറഞ്ഞേ. മ്യൂസിക് സലീൽ ചൗധരി സാറാണ്. ലിറിക്സ് വയലാർ രാമവർമ്മ സാറാണ്. പാടിയിരിക്കുന്നത് സുശീലാമ്മയാണ്. മൂവി രാഗം. സുശീലാമ്മന്നൊക്കെ കേൾക്കുമ്പോ ഒരു രോമാഞ്ചാടാ. ആ അമ്മയ്ക്ക് പകരം ഒന്നും ആരുമില്ല, ജനിച്ചിട്ടുമില്ല, ഇനി ജനിക്കത്തുമില്ല. ആ ഒരു ടോൺ, ആ ശ്രുതി, പിന്നെ അമ്മ പാടുന്നത്, അയ്യോ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ അമ്മ ഇത്രയ്ക്കൊരു അസാധ്യ ടാലൻ്റുള്ള പാട്ടുകാരിയാണെന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും ഞാൻ കാണുമ്പോഴും ഞാനും അമ്മയുടെ പാട്ടൊക്കെ ചിലത് പാടിക്കോ, ഇതൊക്കെ അമ്മ നാനാ നാനാ ആ നല്ല ഇറക്ക് ശരത്, അത്ര
ഒരു നിഷ്കളങ്കയായ അമ്മയാണ്. പിന്നെ എന്ത് കാണാൻ, എന്ത് ഐശ്വര്യ അമ്മ. പിന്നെ അതൊക്കെ ആലോചിച്ചു. പിന്നെ സലിത, അയ്യോ എൻ്റെ ദൈവമേ, ഒരു നിവൃത്തിയില്ല. എത്ര പാട്ട്. ഈ പാട്ടിൻ്റെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ നോക്ക്. സാഗരമേ ശാന്തമാക നീ, എത്ര പാട്ടുകൾ. നിങ്ങൾ ആ കിളിയെ കിളിയൊക്കെ കേട്ടുണ്ടോ? കിളിയേ കിളിയേ. ആ കിളിയെ അല്ല, കിളിയെ നീലാഞ്ചന പൈങ്കിളി. എന്തൊരു ക്രാഫ്റ്റാന്ന് കേൾക്കണ്ടത്. വാണിയമ്മയും ദാസേട്ടനും കൂടെ പാടിയത് കോറസ്. കോറസൊക്കെ അയ്യോ എന്ത് രസാന്നറിയാ. കേക്ക് കേട്ടോ. അപ്പൊ അച്ചു മനോഹരമായിട്ട് പാടി. അച്ചു താങ്ക് യു സർ. നല്ല സുഖമുണ്ടായിരുന്നു അച്ചു പാടുന്നത്. എനിക്ക് ആകെ പാടി എനിക്ക് ഗ്ലെയറിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ഇളം തെന്നൽ ഉറങ്ങുമ്പോൾ, അതൊന്ന് പാടാമോ? നീനാരി നാനീ നീനാനീ. ആ നൈസ് നൈസ്. ഇതായിരുന്നു മോക്ക് അത് വരാതിരുന്നു. അതിങ്ങനെ കുഴഞ്ഞു മറിയാൻ. അതെന്താണ്? അത് നമുക്കൊരു 2 ലൈൻ ഇന്ന് വൃത്തിയായിട്ട് പാടിയാലോ? ഓക്കെ സർ. ക്ലാരിറ്റി അത് കേക്കണം. അങ്ങനെ ആവരുത്. നൈസ് 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 നൈസ്. അടുത്തത് എല്ലാം ഇത് തന്നെയാണ്. വണ്ടർഫുൾ 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 ബ്യൂട്ടിഫുൾ. അസാധ്യം. സലിതായിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വക കോടി നമസ്കാരം. എല്ലാം ഈ പാട്ടുണ്ടാക്കിയ എല്ലാവർക്കും താങ്ക് യു സർ. താങ്ക് യു. MG സർ. അച്ചു, സാർ. ബ്യൂട്ടിഫുൾ സെലക്ഷൻ. പറയാതിരിക്കാൻ വയ്യ. കാരണം എല്ലാവർക്കും അറിയാം, ഞാൻ ഏകദേശം 10-20 വർഷമായിട്ട് ഈ റിയാലിറ്റി ഷോയിലിരിക്കുക. കാരണം തുടക്കം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്, സലിൽദ എൻ്റെ ഒരു എന്താണ് ആത്മാവിൽ ഒട്ടിയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സംഗീതവും മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള പാട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു പാട്ട് പോലും തുടക്കം മുതൽ അവസാനം വരെ, തുമ്പോളി കടപ്പുറം വരെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എല്ലാം ഹിറ്റാണ്. എല്ലാം അതെല്ലാം മലയാളികളും ഏറ്റെടുത്ത നെഞ്ചിലേറ്റിയ പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ. അത്രയ്ക്ക് ഗംഭീരമാണ്. പിന്നെ ചെമ്മീനിലെ പാട്ടുകൾ പറയേണ്ട കാര്യമില്ല അല്ലേ? നമ്മുടെ അതുപോലത്തെ ഒരു സൃഷ്ടി ഇനി ഉണ്ടാകുമോ? ആ സിനിമയും അതുപോലെ തന്നെ ആ റീ റെക്കോർഡിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ പാട്ടും. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇൻ മലയാളം ഇനി ഇറ്റ് വിൽ ഹാപ്പൻ. കാരണം ഇനി സലിത ഇല്ല ഇനി. പോട്ടെ, എന്തായാലും മോള് നന്നായിട്ട് പാടി കേട്ടോ. ഇറ്റ് വാസ് വെരി ഗുഡ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അനുപല്ലവിയിലുള്ള 3-4 ലൈൻസ് കുറച്ച് ലൂസായിപ്പോയി, അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അനുപല്ലവി കഴിഞ്ഞിട്ട് എൻ്റെ വരുന്ന സ്ഥലത്ത് ഉപവസിക്കുവതാരോ ഇപ്പം പാടിച്ചപ്പോൾ പാടി, പക്ഷെ അതിനേക്കാട്ടിൽ ഒരു ഫീല് കൊടുത്തായിരുന്നു. ഉപവസിക്കുവതാര് എന്ന് പറഞ്ഞത് അതൊന്നുകൂടെ പാടിക്കും, ആ ഫീലോട് കൂടി. കുറച്ചുകൂടെ ഹസ്കി ആക്കിക്കേ. നേരത്തെ ഇതിനെക്കാട്ടിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആരോ എന്നുള്ള ആ സംഭവം. ഇപ്പൊ ആരോ ആയി, കുഴപ്പമില്ല. പിന്നെ ഈ താലോലം ചരണത്തില് അത് കുറച്ചുകൂടെ ടൈറ്റായിട്ട് പാടിക്കുന്നു. പദനിസ നോട്ട് കറക്റ്റ്. ലോൽ ആ മോളെ അവിടെ എല്ലാം 1000 പദനിസ അങ്ങനെ പാടില്ലല്ലോ. ശരി, എന്തായാലും ഞാൻ 2 കാര്യം കൂടെ പറഞ്ഞ് ഉപസംഹരിക്കുകയാണ്. കാരണം മോളെ ഈ പാട്ട് ഇപ്പൊ ഇത്രയും പാടി, നന്നായിട്ട് തന്നെ പാടി, കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ വേണം. കാരണം വേറൊന്നുമല്ല, ലാസ്റ്റ് പാടി നിർത്തിയത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് കേൾക്കണം. എൻഡ് പോർഷൻ ശ്രുതി ചേർന്നിട്ടില്ല. വൈ? ആ എൻഡ് പോർഷൻ ഒന്ന് പാടി നിർത്തി. പെറ്റൊരു പാതി ഇങ്ങനെ നിർത്താമായിരുന്നു.
ആഹാ നൈസ് നൈസ്. മറ്റേത് പേരെന്ത് ഇങ്ങനെ താഴോട്ട് പോയി. പേരെന്തരെന്നായി? എന്തെങ്കിലും അപ്പൊ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. നല്ല പാട്ടുകാരിയാണ്. ഈ പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. ബട്ട് ചെറിയ 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 സംഭവങ്ങൾ ഒന്നുകൂടെ ടൈറ്റാക്കി അതിൻ്റെ നോട്ട്സും പെർഫെക്റ്റ് ആക്കി പോയി കഴിഞ്ഞാൽ ആഹാ എത്ര മനോഹരമായിരിക്കും. ഇപ്പോഴും മനോഹരമാണ്. എങ്കിലും മോളൊരു വളർന്നു വരുന്ന ഗായിക ആയതുകൊണ്ട് ഞങ്ങളെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. സ്വീകരിച്ചാൽ കൊള്ളാം, സന്തോഷം ഞങ്ങൾക്ക്. അല്ല മോളെ, ഞാൻ വേറൊരു കാര്യം കൂടെ പറയടാ. നല്ലൊരു പാട്ട് നമുക്ക് പാടാൻ കിട്ടുന്നത് അതെ. മഹാഭാഗ്യമാണ് കേട്ടോ. ഓക്കെ ചേച്ചി. അച്ചു നല്ല പാട്ട് സെലക്ഷൻ. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. സൂപ്പർ സെലക്ഷൻ. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ പറ്റിയ ഒരു പാട്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷൻ ശ്രദ്ധിച്ചോ? എന്തോ ഒരു നിഷ്കളങ്കതയുണ്ട്. ഇതുപോലത്തെ ഒരു മ്യൂസിക് വരും, നമുക്ക് ആ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഗ്രൂവിലേക്ക് അങ്ങ് ചെല്ലും. മലർക്കൊടി പോലെ പാട്ടുകളാണ്. എനിക്ക് മോള് പാടിയത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മനോഹരമായിട്ട് തന്നെ പാടി. എന്നാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, മോളെ ഈ അക്ഷരങ്ങൾ പറയുമ്പോൾ ഉരങ്ങുമ്പോൾ റാ ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി. ഇതിപ്പം മോൾക്ക് വേണ്ടി, മോളുടെ ഒരു ഉന്നതിക്ക് വേണ്ടിയിട്ട് പറയുന്ന ഒരു ടിപ്പായിട്ട് മാത്രം എടുത്താൽ മതി. നമ്മൾ ആ ഒരു ഇത് പ്രത്യേകിച്ച് ഒരു അമ്മ പാടുന്ന പാട്ടല്ലേ, ഇപ്പം ഇത് പാടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു മെച്യൂരിറ്റി അത് വരുന്നത്, ആ കോൺഫിഡൻസ്, ആ ഒരു ഒഴുക്ക്, ക്ലാരിറ്റി. നേരത്തെ പറഞ്ഞില്ലേ, സാർ പറഞ്ഞു കോൺസെൻട്രേഷൻ വേണമെന്ന് പറഞ്ഞില്ലേ, ആ കോൺസെൻട്രേഷൻ കുറച്ചുകൂടി ഉണ്ടെങ്കിലാണ് അതിനകത്ത് സുശീലാമ്മ കുറച്ച് എക്സ്ട്രാ സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് ഫൈൻ ആവാം. നന്നായി പാടി. മോളുടെ അച്ചുവിൻ്റെ ഒരു രീതിയിൽ തന്നെ അച്ചു ഭംഗിയായിട്ട് പാടി. പിന്നെ സുശീലാമ്മയുടെ ഒരു ഭയങ്കര ഒരു ക്വാളിറ്റിയാണ്. അമ്മ പാടുമ്പോൾ അമ്മയ്ക്ക് ഈ ഒതുക്കലില്ല, ഈ ഒരു ഒതുക്കിയിട്ടുള്ള അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അമ്മ അങ്ങ് പാടാണ്. ഓ മനത്തിങ്കൾ പക്ഷി എന്ന് പാടുമ്പോൾ അമ്മ അത് ഓപ്പൺ ആയിട്ടായിരിക്കും പാടുന്നത്. പക്ഷെ അതിനകത്ത് ആ വോയിസിലുള്ള ഒരു മാജിക് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. സിംഗേഴ്സിന്റെ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സിന്റെ പാട്ടുകൾ എടുത്ത് പഠിക്കുമ്പോൾ അവരുടെ പാടുന്ന രീതി കൂടി ഒന്ന് പഠിക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു മോളെ. നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. നല്ല പാട്ട്, നന്നായി പാട്ട്. താങ്ക് യു ചേച്ചി. ക്യാപ്റ്റൻ അച്ചു സാർ. ഉഗ്രനായിട്ട് പാടി അച്ചു. താങ്ക് യു സാർ. കഴിഞ്ഞ പാട്ട് ചെയ്തത് ഓൾ ഇന്ത്യ ഏരിയ അല്ലേ, അത് എവിടെയോ കിടക്കുന്നു. ഇതിന്റെ 2 ആക്സസിലാണ് കിടക്കുന്നത് ഈ 2 പാട്ടുകളും. അത് രണ്ടും ഗംഭീരമായിട്ട് തന്നെ അച്ചു പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സാർ. അത് ട്രൈ ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ട് കേട്ടോ. അതായത് ഒരു ഭാഗത്ത് ഓൾ ഇന്ത്യ ഏരിയ ട്രൈ ചെയ്തിട്ട് നേരെ ഇപ്പുറത്ത് വന്നിട്ട് ഓമന തിങ്കൾ പക്ഷി പാടാനുള്ള, അത് കാണിക്കാനുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അതിന് ഹാറ്റ്സ് ഓഫ്. അത് വേറൊന്നും പറയാനില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. അച്ചു സാർ. സലലിത ഈ മലയാളത്തിന് വേണ്ടി കമ്പോസ് ചെയ്ത ഒരു പാട്ടുണ്ട്. മറ്റേതെല്ലാം അദ്ദേഹം ചെയ്ത ഹിന്ദിയിലും അദ്ദേഹത്തിൻ്റെ ബംഗാളിയിലൊക്കെ ചെയ്ത പാട്ടുകൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് മലയാളത്തിന് വേണ്ടി. ഏതാണെന്നറിയാം? ഒരു പാട്ടേ അദ്ദേഹം മലയാളത്തിന് കമ്പോസ് ചെയ്തിട്ടുള്ളൂ. ടീം നോക്കി എല്ലാരും തലയെ തിരിച്ചു വെച്ചു. മാനസമൈനെ വരൂ. അജലാണോ പറഞ്ഞത്? ഓ ഗ്രേറ്റ് അജൽ. അതിൽ പാടുന്നതേ ഉള്ളൊരു സുഖപ്പെടാത്തത്. പിന്നെ ഇതിലൊക്കെ കില്ലാടിയാ, എൻസൈക്ലോപീഡിയ. ചക്കര അതൊക്കെ മനസ്സിലാക്കുക. മലയാളത്തിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ട് അദ്ദേഹം അത് ആരെ കൊണ്ടാ പാടിച്ചത്? മന്നാടെയാണ് ആ മലയാളം പാട്ട് ഒറിജിനൽ കമ്പോസ് ചെയ്തപ്പോൾ പാടിയത്. ഇതിൻ്റെ ഒരു ബംഗാളി വേർഷനുണ്ട് അതേ പാട്ട്. അതാരാ പാടിയെന്നറിയാമോ? ദാസേട്ടൻ. ഇതൊക്കെ അറിഞ്ഞു വെക്കണം കേട്ടോ. ഓക്കെ സാർ. ഇതൊക്കെ കേൾക്കണം. ചക്കര അച്ചു സാർ. 9.1. താങ്ക് യു സാർ. താങ്ക് യു സർ. MG സർ 9. താങ്ക് യു സാർ. അച്ചൂസിന്റെ മാർക്ക് ദാ ഗാനക്കൂടത്തിലേക്ക്. താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 18.1. താങ്ക് യു. സൂപ്പർ. അപ്പൊ മാജിക് ബീറ്റ്സ് നമ്മുടെ അച്ഛന് 3 പെർഫോമൻസിനും 9 എബവ് മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓ ഗുഡ് ഗുഡ് ഗുഡ്. താങ്ക് യു. അപ്പൊ Very ഈ nice. ടോട്ടൽ സ്കോറിൽ ഏറ്റവും വലിയൊരു പങ്ക് നമ്മുടെ അച്ഛനുണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും തീർച്ചയായും. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്.